ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷിബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വളരെ രുചികരമായിട്ടുള്ള ഈ കറി എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ നമുക്ക് തയ്യാറാക്കാം എന്നൊന്ന് കണ്ടു നോക്കിയാലോ. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ 200 ഗ്രാം പനീറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു കടായി ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ആ പനീറിൻ്റെ കഷ്ണങ്ങളും കൂടെ നമുക്ക് അതിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് നേരം മാത്രം ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്ത ശേഷം ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി ആ കടായി തന്നെ ചൂടാക്കിയിട്ട് നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി സവാളയൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു 5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ആണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം പോകുന്നവരെ ഇത് നന്നായിട്ട് ആ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഒരു വലിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ആ ഉള്ളിയും തക്കാളിയും ഒന്ന് വെന്ത് സോഫ്റ്റായി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നന്നായി തണുത്ത ശേഷം നമുക്ക് മിക്സിയിലേക്ക് മാറ്റി ഇത് വളരെ സ്മൂത്ത് പേസ്റ്റാക്കി നമുക്കിവിടെ അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഇത് അരയ്ക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 5-6 കശുവണ്ടി പരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടായി വീണ്ടും ചൂടാക്കിയ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ അതായത് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പും കൂടെ ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി പൊടികളൊന്നും മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്നുകൂടെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റിനകം തന്നെ ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരും. ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ പനീറിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം അല്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കസൂരി മേത്തിയാണ് ഇതിൻ്റെ ഫ്ലേവറിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനായി, അത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം കേട്ടോ. കൂടാതെ ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും കൂടെയൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ പനീർ ബട്ടർ മസാല. പനീർ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.